ജസ്റ്റിസ് ഹേമ അയച്ച കത്താണ്. ഈ കത്തിനകത്ത് റാണി ജോർജ് ഐ.എസ്. അന്നത്തെ റാണി ജോർജ് ഐ.എസിന് അയച്ചൊരു കത്തിനകത്ത് കൃത്യമായി അവർ പറയുന്ന ഒരു കാര്യം, ഇതിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അത്തരത്തിൽ അസോൾട്ടുകളുണ്ട്, അത്തരം നിരവധി കാര്യങ്ങൾ അടങ്ങുന്ന ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത് ജസ്റ്റിസ് ഹേമ അയച്ച കത്താണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴിയും ഡീറ്റെയിൽസും സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? രഹസ്യമായി വെക്കണമെന്നാണ്. രഹസ്യമായിട്ട് വെച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് മുമ്പിൽ രേഖകളുണ്ട്. അല്ല, ജസ്റ്റിസ് ഹേമ പറയട്ടെ, എനിക്ക് രണ്ടും കൂടെ പറയാതെ. ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്ന പുറത്തുവിടരുതെന്ന് പറയുന്ന കാര്യത്തിൽ പിന്നെ നമ്മൾ സർക്കാർ ചെയ്യേണ്ടത് എന്താ? പറയട്ടെ, സർക്കാർ ചെയ്യേണ്ടത് എന്താ? സർക്കാർ ചെയ്യേണ്ടത് അതിന്റെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും മനസ്സിലാക്കി ആ നിർദ്ദേശങ്ങളുടെ നിഗമന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഇരയാക്കപ്പെട്ടവരെ പറ്റി എവിഡൻസ് ഞങ്ങളുടെ മുമ്പ് വന്ന് നടപടിയെടുക്കുന്നു ഞാൻ പറഞ്ഞു. അത് ഞങ്ങളുടെ മുമ്പ് വന്നിട്ടില്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ ആരും റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. സർക്കാരിന് വായിക്കാൻ പറ്റത്തില്ല. കാരണം സർക്കാരിന് മുമ്പിൽ മന്ത്രിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സർക്കാർ വായിച്ചു കാണും. സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രി മാത്രമാണ്. അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിലാണ് ഈ സംഭവം ഉള്ളത്. അത് സീൽ ചെയ്തിട്ടാണ് വിവരാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ. ഒരു സീൽ കൈമാറിയിട്ട് അത് വായിക്കാതെ അത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തം എന്താ? അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ട ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസറാണ്. അവരത് പരിശോധിച്ച് അതിന്റെ ക്രീമായിട്ടുള്ള നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മന്ത്രിയായപ്പോൾ എന്റെ മുമ്പ് വന്നിട്ടുണ്ട്. ആ പേപ്പർ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. മതി. ഇപ്പൊ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ അല്ല ശുപാർശകൾ അതേ പറഞ്ഞു. ഇതിന്റെ നിങ്ങൾ എത്ര പറഞ്ഞാലും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുക്കും. അതല്ലോ നടപ്പിലാക്കുന്നില്ല. നിങ്ങളോട് ആര് പറഞ്ഞു? നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് 4 വർഷമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നല്ല ആര് പറഞ്ഞു. 4 വർഷമായിട്ട് ഇതിന്റെ പല കാര്യങ്ങളും നടപ്പായി കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഇനി നടപ്പാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. അതാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. വേണ്ട, അതിന്റെ നിർദ്ദേശങ്ങൾ മതി. അതായത് ഞാൻ പറയാം ഷൂട്ടിംഗ് സെന്ററിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവിടെ സുതാര്യത ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ സുതാര്യത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുക. തിയേറ്ററുകളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിത്രാഞ്ജലി അടക്കം നവീകരിക്കണം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെന്ററുകൾ മെച്ചപ്പെടുത്തണം. 150 കോടി രൂപ കൊടുത്താൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്തില്ല അതിനർത്ഥം. പല കാര്യങ്ങളും മുന്നോട്ട് പോയി. ആര് പരിഗണിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞു? നിങ്ങളെ പറയുന്നത് അതാണ്. അത് വരട്ടെ. അങ്ങനെയുള്ള കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ പരിഗണിക്കുക മാത്രമല്ല ശക്തമായ നടപടി എടുക്കും. ഇത് രണ്ടും കൂടെ എങ്ങനെ പറയുന്നത്? പ്രാഥമികമായ നിയമം അങ്ങേക്കറിയാമല്ലോ. പറയട്ടെ, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമ സംവിധാനമുണ്ട്. എങ്ങനെയാണ് ഒരു കേസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഒരു പരാതി ഒരാൾ ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുമ്പിലേക്ക് വരിക. അത് ഗവൺമെന്റിനോ പോലീസിനോ കോടതിയുടെ മുമ്പിൽ വരാതെ നമുക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ? പറയട്ടെ. ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒറ്റ ഭാഗമേ ഉള്ളൂ. അതായത് ഇതിന്റെ നടപടിക്രമങ്ങൾ, ഇതിന്റെ നിർദ്ദേശങ്ങൾ. ബാക്കിയുള്ള ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. ഇപ്പൊ ഈ 200 പേജ് പ്രസിദ്ധീകരിച്ചല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. അത് വായിച്ചു പഠിച്ച് അതിനകത്ത് എന്തെങ്കിലും കുറ്റകരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു കാര്യം കൂടെ ചോദിക്കാവൂ. അല്ല, ഇത് റിപ്പോർട്ട് നിങ്ങൾ എല്ലാ റിപ്പോർട്ടും നിങ്ങൾ കണ്ടോ? ഇപ്പൊ ഈ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഏതാ ഭാഗം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ പ്രസിദ്ധീകരിച്ച ഇന്ന പ്രോക്സോ കേസ് ഇന്ന ആൾ ഇൻവോൾവ് ആണ്, അല്ലെ ഇന്ന രൂപത്തിലാണ് സംഭവിച്ചത്, പറയൂ. നടപടി എടുത്തിരിക്കും. അല്ല, നടപടി എടുത്തിരിക്കുമെന്ന് അല്ല ഞാൻ പറയട്ടെ. പറയട്ടെ. നിങ്ങള് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തേക്ക് ഇതെത്തത്തില്ല. ഞങ്ങൾ വളരെ ക്ലിയർ കട്ടായി അതിന്റെ വന്ന വഴികൾ ഞാൻ വിശദമായി പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ട് കിട്ടുന്നു. ഞങ്ങൾ അന്നത്തെ ഗവൺമെന്റ് അത് ബന്ധപ്പെട്ട സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കൈവശം കൊടുക്കുന്നു. ആ ഓഫീസർക്ക് കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് ഹേമ പുറത്തു വിടുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വിവരാവകാശ കമ്മീഷന് മുമ്പാകെ ചെല്ലുന്നു. കമ്മീഷൻ ഇത് സ്റ്റേ ചെയ്യുന്നു. ഇപ്പൊ പുതിയ കമ്മീഷൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, ഇത്ര പേജ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു. ബാക്കി നമുക്ക് നോക്കാമെന്ന്. ബാക്കി നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ
ബന്ധപ്പെട്ട ഈ രംഗത്തുള്ള ഒരു സ്ത്രീക്ക് ദോഷകരമായ രൂപത്തിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ആരെങ്കിലും ചെയ്തു എന്ന് വന്നാൽ കർശനമായ നടപടിയായിരിക്കും ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നത്. സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ റിപ്പോർട്ട്. ഇനിയും നോക്കാം. അവർ എന്തിനാണ് റിപ്പോർട്ട് നൽകാനായി അല്ലെങ്കിൽ മൊഴി നൽകാനായി സർക്കാരിന്റെ മുമ്പിലേക്ക് വരുന്നത്? സർക്കാർ തന്നെ രൂപീകരിച്ച ഒരു കമ്മിറ്റി ഇതെന്നെ പിന്നെ ചോദിച്ചാൽ ഞാൻ വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് നോക്കാം. നിയമപരമായി പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ.